മുനമ്പത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വി.ഡി. സതീശൻ. കുടുംബങ്ങളുടെ കിടപ്പാട സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ സുനിൽ കുമാറും ഭാര്യ പൂനവും 2 മക്കളും. ഗുരുതര പരിക്കേറ്റ 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറെ മദീന മൗലിദ് സദസ്സ് സമാപിച്ചു. 1 മാസം നീണ്ടുനിന്ന മൗലിദ് സദസ്സിന്റെ സമാപനത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ആലപ്പുഴയിൽ പോലീസ് വാഹനം അടിച്ചു തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഷിയാസ്. മദ്യലഹരിയിലായിരുന്ന പ്രതി വടിയുപയോഗിച്ച് വാഹനം തകർക്കുകയായിരുന്നു. പ്രതി പിടിയിലായത് ഒളിവിൽ കഴിയവേ. തിരുവനന്തപുരം മൈലക്കരയിൽ സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സഭയിലെ വയോധികരെയും ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരെയും ഉൾപ്പെടുത്തി വിനോദയാത്രയും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. സഭാ ശുശ്രൂഷകൻ റവറന്റ് BM സാം അധ്യക്ഷത വഹിച്ചു. ലൂഥറൻ സ്കൂൾ മാനേജർ ഡോക്ടർ KP ലാലാദാസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഉത്തർപ്രദേശിലെ ബറേലിയിലെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായത് നസീർ ഷാ. അപകടത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം. 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് നിയന്ത്രണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ